ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്ന് റിവ്യൂ ആണ് പറയാനായിട്ട് വന്നത് ഉയര ബാച്ചിൻ്റെ. അപ്പം ഞാൻ സാധാരണ ബുക്കിലൊക്കെ എഴുതിയൊക്കെ എടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ അതല്ല, ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഉയര ബാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ +1നും +2ലും ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള ഉയര ബാച്ചിലാണ്. അപ്പോൾ +1 ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ആകെ ഒന്നും അറിയില്ലായിരുന്നു, ആപ്പ് യൂസ് ചെയ്യുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു. അവരുടെ അടുത്ത് കുറേ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആപ്പ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെയാണ് നമ്മുടെ നോട്ട്സൊക്കെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെയാണ് ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ട് ജൂണോ എന്തോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. ഞാൻ ജോയിൻ ചെയ്തത് ജൂൺ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ്. ജൂൺ തുടക്കത്തിൽ തന്നെ അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉയര ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ബയോളജിയും പിന്നെ മാത്സ്, ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് എനിക്ക് അത്ര അറിയില്ലായിരുന്നു ആരാണ് എടുക്കുന്നതെന്ന് ആപ്പിൽ. പിന്നെ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി നമുക്കറിയാം ഏത് ടീച്ചറാണ് എടുക്കുന്നതെന്ന്. ബാക്കി എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നമ്മളെങ്ങനെയാണോ യൂട്യൂബ് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ നല്ല ഡെപ്തിൽ പോകും. അതിൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വൺ ഷോട്ടായിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്ര മാത്രമേ എടുക്കത്തുള്ളൂ, ഒരു ഓവർവ്യൂ ആണ്. പക്ഷേ എന്നാൽ ഈ ആപ്പിലേക്ക് വരുന്ന സമയത്ത് നന്നായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു, ലൈവ് ക്ലാസ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, ലാസ്റ്റിലേക്ക് വന്ന സമയത്ത് ലൈവ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തൊട്ടേ റെക്കോർഡഡ് ക്ലാസ്സാണ്. ഈ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡെപ്തിലേക്ക് പോകും. അപ്പോൾ ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പം അവരിങ്ങനെ ടൈം ടേബിൾ ഇട്ട് തരും, എത്ര വീഡിയോ തൊട്ട് എത്ര വീഡിയോ വരെ കാണണമെന്ന് ഒരു ദിവസം. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓറിയൻറ്റേഷൻ കണ്ടതാണെങ്കിൽ മനസ്സിലാവും, എന്നാൽ ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് ഫാക്കൽറ്റീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അർച്ചന മിസ്സൊക്കെ ഉണ്ടല്ലോ, മാമിനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ മാത്സും കൊള്ളായിരുന്നു. ഫിസിക്സ് അലൻ സാറൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കെമിസ്ട്രിക്ക് വന്നപ്പം കെമിസ്ട്രി 2 സാറുണ്ടായിരുന്നു. ജെസിൽ സാറാണ് നമുക്ക് ആപ്പിൽ എടുക്കുന്നത്. പിന്നെ പുതിയ സാറിനെ കണ്ടിട്ടില്ല +1. +2 വരുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, +1 എടുത്തത് ജസീൽ സാർ തന്നെയാണ്. നല്ല ക്ലാസ് തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. തുടക്കം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു കണ്ടിന്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടി എന്തൊക്കെ പഠിച്ചു എന്ന് റിവൈസ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കിയാൽ മതി. ജസീൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. സാർ ആദ്യം കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓരോ എക്സാമ്പിൾസ് പറയും. ആ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അങ്ങനെയാണ്. ഫസ്റ്റ് ടൈം ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡിസ്ട്രാക്ഷനൊക്കെ വന്നുകൊണ്ട് ഈ ഫസ്റ്റത്തെ ക്ലാസ് മനസ്സിലായില്ലായിരുന്നു. ഇങ്ങനെ ഞാൻ രണ്ടാമത്തെ ക്ലാസ് കാണുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെ വെച്ചാണോ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയത് അത് ഞാൻ ഒന്നും കൂടി പ്രീവിയസ് വീഡിയോ എടുത്ത്, പ്രീവിയസിലേക്ക് അടിച്ചിട്ട് ഞാനൊരു 10 സെക്കൻഡ് ബാക്കിലേക്ക് അടിച്ചിട്ട് ഒന്നുകൂടി കണ്ടിട്ട് വീണ്ടും എടുക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ട്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ആവാതിരിക്കുക കെമിസ്ട്രി എടുക്കുന്ന സമയത്തൊക്കെ. നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പം കഴിഞ്ഞ ദിവസം കൂടി എനിക്ക് കെമിസ്ട്രി ക്ലാസ് ഉണ്ടായിരുന്നു. സാർ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ +2ൻ്റെ കാര്യം ഞാൻ പറയാം. ആദ്യം +1ൻ്റെ കാര്യം പറയാം, എന്നിട്ട് +2ലേക്ക് വരാം. ഓക്കെ. പിന്നെ ഈ ക്ലാസ്സിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ക്വാളിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ലാസ്സാണ്. നമ്മളിപ്പം എക്സാമിൻ്റെ നമ്മൾ വൺ ഷോട്ട് കാണുന്നതിനേക്കാളും നല്ല ഡെപ്തിലാണ് ആക്ച്വലി അവർ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറേ വീഡിയോസ് ഉണ്ടല്ലോ. പിന്നെ നോട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവർ ലൈവല്ല റെക്കോർഡ് ക്ലാസ്സിൽ എഴുതുന്ന നോട്ട്സൊക്കെ ആ റെക്കോർഡ് ക്ലാസ്സിൻ്റെ താഴെ തന്നെ നമുക്ക് തന്നിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നോട്ട്സ് അല്ലാതെ നമ്മൾ എഴുതിയെടുക്കുന്ന നോട്ട്സ് വേണമല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൗ ടു മേക്ക് നോട്ട്സ് അങ്ങനത്തെ ഒരു വീഡിയോ ആണെങ്കിൽ പറയാം കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ എല്ലാം കൂടി ആഡ് ചെയ്യണം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കുറച്ച് വലുതായിപ്പോൾ. എന്നിരുന്നാലും ഞാൻ നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞു തരാം. അവർ ഇങ്ങനെ പറയുമല്ലോ റെക്കോർഡ് ക്ലാസ് ഇടുന്ന സമയത്ത് അതിൽ ഞാൻ അവർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നോട്ട് എഴുതി പോകാറാണ് പതിവ്. കാരണം അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു സെപ്പറേറ്റ് ടൈം അതിനുവേണ്ടി വെക്കേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് നോട്ട്സ് എഴുതുന്നതെന്ന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം. പക്ഷേ ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഇത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് വീഡിയോ ഇടുന്നതാണ് ഉറപ്പായിട്ടും. പിന്നെ വർക്ക്ഷീറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വർക്ക്ഷീറ്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്ക്ഷീറ്റ് കൂടി ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് വയ്ക്കും. ആ വർക്ക്ഷീറ്റ് കൂടി ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവും നന്നായിട്ട്. ഇവർ ഈ വർക്ക്ഷീറ്റിൽ PYQs പിന്നെ
PYQs ആണ്. PYQs പിന്നെ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. +1 ഞാൻ കണ്ടിട്ടുണ്ട്, +2 ഞാൻ കണ്ടില്ല. അപ്പോൾ +1 വെച്ചാണ് PYQs പിന്നെ കാണാത്ത കുറച്ച് ചോദ്യങ്ങളും കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നല്ല കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് വർക്ക്ഷീറ്റ് എന്ന് പറയാം. പിന്നെ ഉള്ളത് എന്താണ്, PYQs ആണ്. PYQസിൻ്റെ സെക്ഷൻ എല്ലാത്തിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്സിലൊക്കെ കാണാറുണ്ടായിരുന്നു PYQസിൻ്റെ ഒരു വീഡിയോ അവർ ഇട്ടേക്കും. അത് നമ്മൾ PYQ എന്ന് പറയുന്ന ആ ഒരു ടാബിൽ കിടക്കും ആ PYQs. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയും PDF അവൈലബിൾ ആണ്. എനിക്ക് വീഡിയോ കാണാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് PDF ആയിട്ട് എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലൊക്കെ. പിന്നെ ഇപ്പം ന്യൂ പാറ്റേൺ എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയതായിട്ട് ചില എക്സാംസ് നടത്തുന്നുണ്ട്. അത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ന്യൂ പാറ്റേൺ എക്സാംസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമുക്ക് അവരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട് എക്സാംസിലൊക്കെ. അപ്പോൾ അതൊക്കെ അവർ പരിഗണിച്ചുകൊണ്ടുള്ള എക്സാംസാണ് ഈ ന്യൂ പാറ്റേൺ എക്സാംസ് എന്ന് പറയുമ്പോൾ. അതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും അവർ ക്വസ്റ്റ്യൻസ് മാറ്റിയും തിരിച്ചൊക്കെ ഇടുന്നുണ്ട്. നല്ല ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത് ന്യൂ പാറ്റേൺ എക്സാംസിൽ. നല്ല ഹാർഡല്ല, ന്യൂ പാറ്റേൺ എക്സാംസിൽ ന്യൂ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഈ നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചാലഞ്ചർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത് ഞാൻ പറയാൻ മറന്നു. ചാലഞ്ചർ ക്വസ്റ്റ്യൻസ് ആണ് നല്ല പാടുള്ള എക്സാംസ് കേട്ടോ. ന്യൂ പാറ്റേൺ എക്സാംസ് എന്ന് പറയുമ്പോൾ ആ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ ആ ഒരു പാറ്റേൺ അനുസരിച്ചാണ് തരിക എന്ന് മാത്രം. പക്ഷേ ചലഞ്ചർ ക്വസ്റ്റ്യനാണ് നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഈ ചലഞ്ചർ ക്വസ്റ്റ്യൻസിൽ മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NCERT ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്. NCERT ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. ഈ ചലഞ്ചർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നമുക്ക് എന്താണ് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ പറ്റും. അതാണ് ചലഞ്ചർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എക്സാമിനടുത്തപ്പോൾ കുറേ ചെയ്ത് നോക്കിയിട്ടുണ്ട് ചലഞ്ചർ ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ PYQs ഒരുപാട് ചെയ്തിട്ടുണ്ട്. PYQs ഒക്കെ ചെയ്തിട്ടാണ് പോയത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ചലഞ്ചർ ക്വസ്റ്റ്യൻ ആദ്യം കൂട്ടി ചെയ്യേണ്ടതെന്നാണ് അവർ പറയാറുള്ളത്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചെയ്താൽ മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ടീച്ചേഴ്സൊക്കെ അങ്ങനെയാണ് പറയുക. പിന്നെ എക്സാംസ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് അവർ നമ്മൾ ടൈം ടേബിൾ ഈ മന്ത് ഫുള്ളായിട്ട് നമുക്ക് എടുത്തു നോക്കാൻ പറ്റുമല്ലോ ഈ ടൈം ടേബിളിൽ. അങ്ങനെ എടുത്തു നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് എന്നാണ് ടെസ്റ്റ് പേപ്പർ ഉള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അവരെന്താണ് ഗൂഗിൾ ഫോം വഴിയാണ് ക്വസ്റ്റ്യൻസ് ഇടുക. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ വിചാരിക്കും ഗൂഗിൾ ഫോമിലാണ് ക്വസ്റ്റ്യൻസ്, അത്ര ഈസി ആയിരിക്കില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നുമല്ല, നമ്മളത് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നമ്മൾ ചിന്തിക്കേണ്ട രീതിയിലാണ്. പിന്നെ നമ്മൾ തിയറി ആയിട്ട് എഴുതണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ന്യൂമറിക്കൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടെത്തി മാത്രമേ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കെമിസ്ട്രിയിൽ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ തിയറി ആയിട്ടായിരിക്കത്തില്ല, ഇങ്ങനെ നമുക്കിങ്ങനെ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാംസാണ് നടത്തുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് ലൈവൊക്കെ നമുക്ക് ലാസ്റ്റ് +1 ലാസ്റ്റ് എക്സാമൊക്കെ ആയല്ലോ, മോഡലൊക്കെ ആകാറായ സമയത്ത് ഷോർട്ട് നോട്ട് ലൈവൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാം കൂടി ഒരു ഓവർവ്യൂ പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീരാനൊക്കെ സഹായിക്കും. പഠിച്ചു തീരാനല്ല, നമുക്കെല്ലാം കൂടി റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് നോട്ട് ലൈവൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മൾ ലാസ്റ്റൊക്കെ ആകുന്ന സമയത്ത് ഷോർട്ട് നോട്ട് ലൈവൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്കെല്ലാം ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാനൊക്കെ സാധിക്കും. അത് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ബാങ്ക് അവരെനിക്ക് ഓൾറെഡി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബാച്ച് ഉജ്വൽ എന്ന് പറഞ്ഞ ബാച്ച് ഉണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഡിസംബർ വരെയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ആ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബാച്ചായിരിക്കും ഉണ്ടാവുക. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് പഠിക്കാനായിട്ട് വേറൊരു ബാച്ചാണ്. അതിന് 1000 റുപ്പീസാണ് ഞാൻ അന്ന് പേ ചെയ്തത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ഷോർട്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുക കേട്ടോ ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ച്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനാണ് അവർ സെൻഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വർക്ക്ഷീറ്റ് ഉണ്ട്, PYQs ഉണ്ട്, ന്യൂ പാറ്റേൺ എക്സാംസ് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, PYQs, വർക്ക്ഷീറ്റ് ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ എക്സാംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത +2 വരുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇത്രയാണ് പറഞ്ഞത്. ഈ +1 ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി +2 വരുന്ന സമയത്ത് ഞാൻ ഇപ്പം ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. വേദ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. വീര ബാച്ച് + നീറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ +2 ബാച്ചിൽ നമുക്ക് ലാബ് എക്സാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറയാം.
അപ്പോൾ ജാനുവരി ഓൺവേർഡ്സ് ആയിരിക്കും നമുക്ക് ലാബ് എക്സാമിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഫെബ്രുവരിയിലാണ് നമുക്ക് എന്തെങ്കിലും ലാബ് എക്സാം വരുന്നത്. പിന്നെ പ്ലസ് ടുവിൻ്റെ ഓണം എക്സാമൊക്കെ ഉള്ള ഇത് പോർഷൻസൊക്കെ അവർ ജൂലൈ 10th ആകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും. ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസൊക്കെ നവംബർ 17 തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ പബ്ലിക് എക്സാമിനുള്ള പോർഷൻസൊക്കെ അവർ ഡിസംബർ 31st ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് അവർ എക്സാംസൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിപ്പം പറയാറില്ലേ, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ന്യൂ പാറ്റേണിലുള്ള എക്സാംസ്, ചലഞ്ചർ ക്വസ്റ്റ്യനൊക്കെ അപ്പോഴിരുന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അവരത് ചിലപ്പോൾ ചില ക്ലാസ്സസൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് പറയുകയും ചെയ്യും. പിന്നെ നമുക്കിപ്പോൾ 8 മണിക്ക് ഞാൻ വേദ ബാച്ചിലുണ്ട്. അപ്പോൾ 8 മണിക്കൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. പിന്നെ 2 മണിക്കും 5 മണിക്കും സാറ്റർഡേ സൺഡേ ആണ് നമുക്ക് ക്ലാസ്സസ് ഉള്ളത്. അങ്ങനെയാണ് നമുക്ക് ഓരോ ക്ലാസ്. പിന്നെ വേദ ബാച്ചിനെ പറ്റി പ്രത്യേകിച്ച് അറിയണമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫീസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉയര ബാച്ചിൻ്റെ ഫീസ് പറയാം. 6200 ആണ് ഫീസ് വരുന്നത്. അല്ലാതെ വായിക്കുകയാണെങ്കിൽ 5000ഉം. പിന്നെ ഞാൻ ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കൂട്ടിയിട്ടാണ് 6200 വന്നത്. അപ്പോൾ എനിക്കറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പം കമൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ ഫീസ് അടക്കം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫാക്കൽറ്റീസിനെ കുറിച്ച്, ക്വാളിറ്റീസിനെ കുറിച്ച്, ലൈവ് ക്ലാസ്സിനെ കുറിച്ച്, റെക്കോർഡ് ക്ലാസ്സിനെ കുറിച്ച്, നോട്ട്സ്, വർക്ക്ഷീറ്റ്, PYQs, ന്യൂ പാറ്റേൺ എക്സാംസ്, ഷോർട്ട് ഔട്ട് ലൈവ്, ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ബൈ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം.